മോഹൻലാലിന്റെ പേര് പറയാൻ പോലും ഇപ്പൊ എനിക്ക് ഒരു അറപ്പ് തോന്നാറുണ്ട്. കാരണം വളരെ മോശമായതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറി. കുട്ടിയില്ലേ നഴ്സറി ഉണ്ടോ, കുട്ടിയില്ലേ LKG ഉണ്ടോ, UKG ഉണ്ടോ, കുട്ടിയില്ലേ RKG ഉണ്ടോ? സോറി ഗൈസ്, സോറി, ഐ എം റിയലി സോറി. പെട്ടെന്ന് ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നുകയാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മുജാഹിദ് ബാലുശ്ശേരിയുടെ അതിഗംഭീരമായ തൗഹീദ് പ്രഭാഷണമാണ്. ഞാൻ ഈ വായിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. നമ്മുടെ ലാലേട്ടനെ വരെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ ഗംഭീരമായ തൗഹീദ് പ്രഭാഷണം നടത്തിയിട്ടുള്ള നമ്മുടെ മുസ്ലിയാർ. എൻ്റെ പൊന്നു ചേട്ടാ, ഇത് 2025 പറ്റുകയാണെങ്കിൽ നമ്മുടെ ബിഫോർ ക്രൈസ്റ്റ് കാലത്തിൽ നിന്ന് ബസ്സോ അല്ലെങ്കിൽ ട്രെയിനോ അല്ലെങ്കിൽ പ്ലെയിനോ വിളിച്ച് 2025 വന്ന് നിൽക്കണം എന്നൊരു അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മളുടെ ഈ നൂറ ആദില ലൈവ് വരുന്ന സമയത്ത്, അവരുടെ യൂട്യൂബ് ചാനലിൽ ലൈവ് വരുന്ന സമയത്ത് കുറച്ച് ഈ കാക്കമാരെയും അല്ലെ ഈ പള്ളിയിലുണ്ടാകുന്ന ഈ ടൈപ്പ് ഓഫ് ചേട്ടന്മാരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർ പലതും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്നാലും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പക്ഷെ ഇതൊക്കെ കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇതിനപ്പുറം ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരാണ് ഉള്ളതെന്ന്. അപ്പം ഗൈസ്, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കണ്ട. നമുക്ക് ചേട്ടൻ്റെ പ്രഭാഷണത്തിലോട്ട് നീങ്ങാം. നാട്ടിലെമ്പാടും തോന്നിവാസങ്ങൾ ആർക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പൊ ബിഗ് ബോസ് പോലെയുള്ള മോഹൻലാലിന്റെ പേര് പറയാൻ പോലും ഇപ്പൊ എനിക്ക് ഒരു അറപ്പ് തോന്നാറുണ്ട്. കാരണം വളരെ മോശമായതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറി. എന്താ അവാർഡ് കിട്ടിയിട്ടും കാര്യമില്ല, എന്താ അവാർഡ് കിട്ടിയിട്ട്. ലോകത്തിന്റെ സകല പുരോഗതിക്കും എതിര് നിൽക്കുന്ന 2 പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ച ആളായാണ്. ലോകത്തിന്റെ പുരോഗതി എന്നേക്കുമായി നിന്നു പോകണമെന്നും ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടണമെന്നും ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി മുതൽ ഉണ്ടാകരുത് എന്ന് വാദിച്ച 2 പെൺകുട്ടികൾ. ലോകത്ത് മനുഷ്യകുലം ഇനൊരു 100 കൊല്ലത്തിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച 2 പെൺകുട്ടികൾ. മുസ്ലിം സമുദായത്തിലെ 2 ഷെറുകൾ, നാഷണൽ വേസ്റ്റുകൾ, അതിന് പകരം 18-ാം വട്ട തെങ്ങ് വെച്ച കരിക്ക് കിട്ടും. അങ്ങനത്തെ 2 ജന്മങ്ങൾ, ആ 2 ജന്മങ്ങൾക്ക് വേണ്ടി വാദിക്കുക. അല്ല, ഈ പെർട്ടിക്കുലർ അങ്കിളിന് ഐ തോട്ട് അങ്കിൾ എന്ന് വിളിക്കാൻ തോന്നുന്നു. ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തുവാ ഇയാൾ പറയുന്നേ? ആദ്യം തന്നെ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ലാലേട്ടൻ എന്ന് പറയുന്ന ആ പേര് പോലും ആൾക്ക് വിളിക്കാൻ തോന്നുന്നില്ല. ലാലേട്ടന് ഈ അടുത്ത് ദാദാ സാഹിബ് പുരസ്കാരം കിട്ടിയല്ലോ, ആ അവാർഡൊന്നും കിട്ടിയിട്ട് കാര്യമില്ല, അമ്മാതിരി ഒരു പ്രവൃത്തിയാണ് ചെയ്തതെന്ന്. അപ്പം ഞാനതെങ്ങനെ ആലോചിച്ചു എന്തുവാ എന്ന്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, ബിഗ് ബോസ് ഹൗസിലെ ആദില നൂറേനെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞതാണ് ചേട്ടൻ്റെ പ്രശ്നം. കാരണം അവരാണ് ഈ ലോകത്ത് സ്കൂള് വേണ്ട, മതം വേണ്ട, മതപണ്ഡിതർ വേണ്ട, ഇനിയൊരു തലമുറ വേണ്ട, ഇനിയൊരു ലോകം വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാർ എന്തുവാടോ ഇതിനൊക്കെ പറയണ്ടേ? സീരിയസ്ലി എന്തുവാ പറയണ്ടേ? നിങ്ങൾ ഇത്ര ഡെവലപ്ഡായി നിൽക്കുന്ന ഈ ലോകത്ത് നിങ്ങൾക്ക് എങ്ങനെ, ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ലെസ്ബിയൻ ഗെയ്സ് എന്ന് പറയുന്ന ഈ LGBTQ കമ്മ്യൂണിറ്റീനെ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എല്ലാവരോടും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നില്ല. സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തികൾ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത വ്യക്തികൾ സപ്പോർട്ട് ചെയ്യണ്ട. പക്ഷേ അവരെ എതിർത്ത് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല, അവരെ ഈ രീതിയിൽ പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഒന്നുമില്ലെങ്കിലും മുസ്ലിം മത പണ്ഡിതന്മാരാണല്ലോ, അത് അങ്ങനെ എന്തോ ഒരു കുന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പണ്ഡിതനാണല്ലോ. എന്നിട്ട് എന്തൊക്കെയാണ് എൻ്റെ പൊന്നു ചേട്ടൻ്റെ വായയിൽ നിന്ന് വരുന്നത്? ഇതൊക്കെ പറയുന്നത് ശരിക്കും ശരിയാണോ? ഈ ലെസ്ബിയൻ ഗെയ്സ് അല്ലെങ്കിൽ ഇൻ്റർസെക്സ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്നത് ഇവരുടെ തോന്നിവാസത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നു എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? ഒരാൾക്ക് തോന്നിവാസത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നാളെ ചേട്ടനൊന്ന് പോയിട്ട് ഗേ ആയിട്ടൊന്ന് അഭിനയിക്കുക. ഇസ് ഇറ്റ് പോസിബിൾ? ഇതൊന്നും ഒരാൾക്ക് വെറുതെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒരാൾ ഓക്കെ ഞാൻ നാളെ ചെന്ന് ഇതൊന്നാവാം എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അദ്ദേഹമൊക്കെ ജീവിക്കുന്ന 2025. അതിൻ്റെ ഒരു ബുദ്ധിയും വിവരവും ബോധമുള്ളത് കൊണ്ടാണ് അയാൾ പല കാര്യങ്ങൾക്കും ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നത്. ലാലേട്ടൻ്റെ പേര് വിളിക്കണ്ട, അയ്യോ പേര് വിളിക്കാനുള്ള ഒരു യോഗ്യതയും ചേട്ടനില്ല, വിളിക്കണ്ട. വീണ്ടും പറയാം, നിങ്ങളോട് എല്ലാവരോടും, ഈ മുസ്ലിം ഈ ആദില നൂറയ്ക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, നിങ്ങളോട് എല്ലാവരോടും അവരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കയറ്റണ്ട. പക്ഷെ ഇങ്ങനത്തെ ബ്ലെൻഡേഴ്സ് വന്ന് പറയില്ലേ, ആദ്യം പോയിട്ട് വാട്ട് ഈസ് സെക്സ്,
വാട്ട് ഈസ് ജെൻഡർ, വാട്ട് ഈസ് ട്രാൻസ്ജെൻഡർ, വാട്ട് ഈസ് ലെസ്ബിയൻ, വാട്ട് ഈസ് ഗേസ്, ഇതൊക്കെ ഒന്ന് പോയി സിസ്റ്റമാറ്റിക്കലി പോയി ഒന്ന് പഠിക്കുക, അല്ലെങ്കിൽ നോളജ് നോക്ക്, അല്ലെങ്കിൽ ഈ ഫോണൊക്കെ ഒന്ന് കുത്തി ഇതൊക്കെ ഒന്ന് നോക്ക്. കാരണം 24 മണിക്കൂർ ഇങ്ങനത്തെ ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കുക. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഈ ലെസ്ബിയൻ LGBTQ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് ഈ 2025 വന്ന സാധനമൊന്നുമില്ല. പണ്ടത്തെ രാമായണമൊക്കെ നിങ്ങളെടുത്ത് നോക്കിയിട്ടോ, അപ്പോഴും ഇതിൻ്റെയൊക്കെ ഒരു വേറെ വേർഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇത്രത്തോളം ഇത് പുറത്തോട്ട് വരാനുള്ളൊരു ഫ്രീഡം അല്ല. പണ്ട് കാലങ്ങളിലൊന്നും നിങ്ങൾ ആലോചിച്ചു, സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അധികാരം പോലും ഇല്ല. അപ്പോഴാണ് ഒരു പെണ്ണ് പുറത്ത് വന്ന് എന്ന് പറയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് അത്യാവശ്യം ഫ്രീഡം കിട്ടി. അവനവൻ്റെ കാര്യങ്ങൾ പുറത്ത് പറയാനും അവനവൻ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ട്. ഇപ്പോൾ 90s കിഡിൻ്റെ ബാക്കോട്ടുള്ള 80s 70s 60s ആൾക്കാർ നിങ്ങൾ എടുത്ത് നോക്ക്. എത്ര പേര് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റാണ്, എത്ര പേര് ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. അന്നേരം 90s 20s എടുത്ത് നോക്ക്. ഒരു 90% ഓഫ് ആൾക്കാരും ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. അവർക്ക് ജീവിക്കാൻ പറ്റും. അവർക്ക് ഈ അടിച്ചമർത്തലിലൊന്നും ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ഉയർന്നു വരാനും അവർക്ക് അവരുടെ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ അവർ പുറത്തോട്ട് വരും. പിന്നെ ഇത് ആരും പുറത്ത് കൊണ്ടുപോയി ഇട്ട് വന്നൊരു സാധനമൊന്നുമല്ല. ഈ മതം എന്ന് പറയുന്നതാണ് ഈ മനുഷ്യനിടയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഞാൻ പറയുന്നത്. സീരിയസ്ലി ഏറ്റവും വലിയ പ്രശ്നം. ഒരു വ്യക്തി ജനിച്ചു വരുന്ന സമയത്ത് അവൻ്റെ ഇഷ്ടമാണ് അവൻ മതം തുടരണോ. ഇപ്പം മതപരമായിട്ട് ഒരുപാട് ചടങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. ഹിന്ദുവിലും ക്രിസ്ത്യനിലും മുസ്ലിമിലും. ഇത് എത്ര കാലം ഉണ്ടാവും? എത്ര ജനറേഷൻ വരെ അത് ചെയ്യും? ഓരോ ജനറേഷൻ കഴിയുന്നതിനനുസരിച്ച് പലതും കുറഞ്ഞ് വന്നുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇതൊക്കെ പറയുന്നത്. തലവേദനിക്കുന്നത്. ലോകത്തിന്റെ പുരോഗതി എന്നേക്കുമായി നിന്നു പോകണമെന്നും ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടണമെന്നും ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി മുതൽ ഉണ്ടാകരുത് എന്ന് വാദിച്ച 2 പെൺകുട്ടികൾ, ലോകത്ത് മനുഷ്യകുലം ഇനി ഒരു 100 കൊല്ലത്തിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച 2 പെൺകുട്ടികൾ. അതിന് ഞാൻ പറയട്ടെ, നമ്മൾ 3 കാറ്റഗറി ഓഫ് ആൾക്കാരെ നമുക്കറിയാം. നമ്മൾ തന്നെ പറയുന്ന ഈ ഉറങ്ങിക്കിടക്കുന്ന വ്യക്തികളെ നമുക്ക് എണീപ്പിക്കാൻ സുഖം അല്ലേ? ഉറക്കല്ലാണ്ട് നിൽക്കുന്ന വ്യക്തികളെയും നമുക്ക് എണീപ്പിക്കാൻ സുഖമാണ്. അവരിങ്ങനെ ഇരിക്കുകയാണ്. ഈ ഉറക്കം നടിക്കുന്ന ആൾക്കാരില്ലേ, അവരെണീപ്പിക്കാൻ പാടാം. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു വിഷയത്തെക്കുറിച്ച് തീരെ അറിവില്ലാത്ത ഒരുത്തന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അറിവുള്ള ഒരുത്തന് പഠിപ്പിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കുന്ന ചില ടീമുണ്ട്. കംപ്ലീറ്റ് ഇട്ട് അറിയൂല എന്നാൽ അറിയാമെന്നുള്ളൊരു ഭാവം. ഈറ്റുങ്ങളെ എന്ത് പഠിപ്പിച്ചു കൊടുക്കാനാണ്? നിങ്ങൾ വീണ്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ടാവുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, എനിക്ക് വേറൊരു ഫീമെയിലിനെ എൻ്റെ പാർട്ട്ണറായി സങ്കല്പിക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം എൻ്റെ സെക്ഷുവാലിറ്റി ടുവേർഡ്സ് ആൻ ഓപ്പോസിറ്റ് ജെൻഡറാണ്. ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെങ്ങനെയാണ് പറയുക? അവരുടെ ഇഷ്ടത്തിനും അഹങ്കാരത്തിനും ജാതിക്കും മതത്തിനും എഗെയിൻസ്റ്റ് നിങ്ങളെങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നടോ? എനിക്കതാ മനസ്സിലാവത്ത്. എങ്ങനെ നിങ്ങൾക്കിത് പറയാൻ തോന്നുന്നത്? ഇത്രയ്ക്ക് പൊട്ടന്മാരാണോ ഈ ലോകത്തുള്ളത്? കേട് വന്നാൽ നന്നാക്കണം. പല്ലിന് കമ്പിട്ടാലേ നമുക്കറിയാം അത് പല്ല് പൊന്തിയിട്ട് കമ്പിട്ടാണ്. ചുണ്ടിന് ചായം തേക്കുന്നത് എന്തിനാ? എന്താ അതിൻ്റെ ഭൗതിക ഉപകാരം? എന്താ അതിൻ്റെ ആത്മീയ ഉപകാരം? എന്താ അതിൻ്റെ ആരോഗ്യപരമായ ഉപകാരം? ഒരു ബോട്ടിൽ വെള്ളം കുട്ടി സ്കൂളിൽ കൊണ്ട് നമുക്ക് മനസ്സിലാവും, ദാഹിക്കുമ്പോൾ കുടിക്കാനാണ്. എന്താ വീട്ടിൽ ചോപ്പിക്കാത്ത? വീട്ടിൽ കാണിക്കാൻ ആരില്ല, കാണിക്കേണ്ട ഒരു പുറത്താളുള്ളത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. ഈ വീട്ടിൽ പ്രത്യേകിച്ച് ആരുമില്ല. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുള്ളൂ. ഈ റൂമിൽ ആരുമില്ല. ഞാൻ ഈ ഇട്ടത് ഈ ചോപ്പാ. നിങ്ങളോട് ആരാ പറഞ്ഞ വീട്ടിൻ്റെ ഉള്ളിൽ ലിപ്സ്റ്റിക് ഇടുന്നില്ല എന്ന്? എടോ, ലിപ്സ്റ്റിക് ഇടുന്നതിനൊക്കെ എന്താ? അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, ചേട്ടൻ എന്തിനാ ചേട്ടൻ്റെ താടി ഇങ്ങനെ കട്ട് ചെയ്തത്? ഈ താടി ജനിച്ച ആ സമയം തൊട്ട് ഇത്രയൊന്നും അല്ലല്ലോ. ഇത് വളർന്ന് ഈ നീളെത്തിയില്ല. അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്ത് എന്തിനാ? ആൾക്കാരെ കാണിക്കാനും വശീകരിക്കാനും വേണ്ടിയിട്ടാണോ? എനിക്ക് ചോദിച്ചൂടെ? ഈ കണ്ണട ഇട്ടത് ഓക്കെ, കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്തൊക്കെ തരത്തിലുള്ള കണ്ണടയുണ്ട്? റൗണ്ട് കണ്ണടയില്ലേ, നല്ല വലുപ്പമുള്ള ചക്ക കണ്ണ. ഇത്രയും ഫ്രീക്ക് കണ്ണിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ണട ഇട്ട എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഓരോ വ്യക്തിയുടെ ഇഷ്ടമാണ് അവരെന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നിൽക്കണം എന്നുള്ളത്. അതിനൊക്കെ ഇമാതിരി എക്സ്പ്ലനേഷനൊക്കെ പറയുന്ന താങ്കളെയൊക്കെ എന്തുവാ പറയേണ്ടത്? ഒരാളുടെ ഇഷ്ടമാണ് അയാൾ ലിപ്സ്റ്റിക് ഇടണോ. ലിപ്സ്റ്റിക് ഇടുന്ന പെൺകുട്ടികൾ വേഷി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആലോചിക്കുന്ന ഈ പെർട്ടിക്കുലർ ആളുടെ വൈഫും അവരുടെ മക്കളൊക്കെ ജീവിക്കുന്ന ഒരു ഗതികേട്. ഇതേപോലത്തെ ഒരു മുസ്ലിയാർ പണ്ട് ആ സ്ഥലത്തിൻ്റെ പേരെന്താ എനിക്ക് കിട്ടുന്നില്ല, ഇഷ്ടം പൊന്നാനി ഭാഗത്ത് ഒരു പെൺകുട്ടീനെ ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചാൽ പ്രശ്നമാവെന്ന് പറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ പ്രസവിച്ചിട്ട് അതിനെ തന്നെ
മരണത്തിലോട്ട് കൊണ്ടുപോയൊരു സിറ്റുവേഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് അറിയുമോ എന്നറിയില്ല. ഈ ചേട്ടൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണ്. ഇതിനെന്താ പറയണ്ടേ? ഇതിനെന്തുവാ പറയണ്ടേ? എടോ, അറിയാം ഗാന്ധി കാലത്തൊക്കെ ജീവിക്കുന്ന കുറേ ചേട്ടന്മാരുണ്ട് എന്നറിയാം. പക്ഷെ നിങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആൻഡ് ഈ അണിഞ്ഞൊരുങ്ങൽ ഇക്കാലത്ത് മാത്രമല്ല, ഇന്നത് ലിപ്സ്റ്റിക് ആയി എന്നേ ഉള്ളൂ. പണ്ട് ഇതിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. പണ്ട് ഇതുപോലെ പണ്ടത്തെ നമ്മുടെ ദൈവ കലാരൂപങ്ങളുടെയൊക്കെ അണിഞ്ഞൊരുങ്ങലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും. അവിടെ വസ്ത്രധാരണയും അവരിടുന്ന ഓർണമെൻറ്റ്സും അവരുടെ ഫേസ് കാണുന്ന ബ്യൂട്ടിയും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോയി. ഇതൊക്കെ അന്നും ഉണ്ട്, അന്നും ഇതൊക്കെ ഉണ്ട്. അന്ന് ഈ ചുവന്ന കുങ്കുമം എന്ന് പറയുന്നൊരു സാധനം ഉണ്ട്, അറിയോ എന്ന് എനിക്കറിയില്ല. നമ്മളുടെ ഈ റംബൂട്ടാൻ്റെ ഒക്കെ ഒരു വേറെ പതിപ്പ്, അതിങ്ങനെ കളറിലാക്കി ചുണ്ട് തേച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് ബാക്കോട്ടുള്ള കാലത്തിലോട്ട് പോയാൽ നമുക്കിതൊക്കെ ഒന്ന് മനസ്സിലാവും. എൻ്റെ അമ്മ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരാളെ കാണുന്നത്. ണ്ടോ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ഞങ്ങളുടെ സ്ത്രീകൾ മുഖം മറക്കില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓരോ മുഖല്ലേ, ഓരോ മുഖം വേറൊരുത്തം കണ്ടിട്ട് ഓരോ അട്രാക്ഷൻ തോന്നണ്ടാന്ന് അവർക്ക് തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയോ? ഒരു സ്വർണ്ണക്കടയുടെ ഷട്ടർ വെറുതെ തുറന്നിട്ട് രാത്രി എല്ലാരും പോയാൽ കള്ളന് കയറാനുള്ള പ്രവണത കൂടുവോ കുറയോ? അവിടെ സെക്യൂരിറ്റി ഇല്ല, പോലീസില്ല, നല്ല ഇരുട്ടാണ്, ഷട്ടർ തുറന്നും വെച്ചിട്ടുണ്ട്, കള്ളന്മാര് കയറൂലേ? അതുപോലെ ഏതൊരു പെൺകുട്ടിയും പ്രേമിച്ചു തുടങ്ങലോളം മുഖം കണ്ടിട്ട്. ഞാനും ഈ പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് ഒരിക്കലും നേരിട്ട് കണ്ടുമുട്ടരുത് എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തൊക്കെയാ അയാൾ ഈ പറയുന്നത്? ഇന്ന് ആരാ ഈ മുഖം മറിച്ച് നടക്കുന്നത്? ഏത് മുസ്ലിം കുട്ടികളാണ് മുഖം മറിച്ച് നടക്കുന്നത്? ഇന്ന് ഷാള് എന്ന് പറഞ്ഞൊരു സാധനം തട്ടായിട്ട് പോലും ഇടുന്ന പിള്ളേരെ നമുക്ക് കാണാൻ പറ്റില്ല. കഴുത്തിൽ കൂടെ വെറുതെ ചുറ്റി പോകുന്ന ഈ കാലത്താണ് ഇത് ആര് കേൾക്കാനാണ് ഈ ചേട്ടൻ ഈ പ്രഭാഷണം നടത്തുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ആരാ ഇതൊക്കെ കേൾക്കുന്നത്? ആരാ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് വീഡിയോനെ നല്ല രീതിയിൽ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനിങ്ങനെ പറയാണ്ട് ഞാൻ നിൽക്കുകയാണ്. കാരണം കുറച്ചൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളിതൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് നമുക്കിത് പറഞ്ഞിട്ട് കാര്യമില്ല. മോറോവർ ഇന്നത്തെ പെൺകുട്ടികൾക്കും ഇന്നത്തെ ആൾക്കാർക്കുള്ള കുറേ സാധനമുണ്ട്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. എനിക്കിന്നൊരു 10 ഉറുപ്പ്യ വേണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടുകാരുടെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് എനിക്ക് പൈസ ഉണ്ട്. പണ്ട് ഈ 10 ഉറുപ്പ്യക്ക് വേണ്ടി നിന്ന വല്ല പുറകെ നടന്ന കാല് പിടിച്ച് കിടന്ന പല കാര്യങ്ങളുണ്ട്. ഇന്ന് എൻ്റെ വീട്ടിലോട്ട് വേണ്ട ഒരുവിധം കാര്യങ്ങൾ, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പണ്ട് വീട്ടിലോട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങിക്കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഉള്ളി തക്കാളി വാങ്ങിത്താന്ന് പറഞ്ഞ് ഉള്ളിയും തക്കാളിയും വാങ്ങി വരുന്ന നോക്കുന്ന ആ ലോകത്ത് നിന്ന് മാറി ഉള്ളിയും തക്കാളിയും വാങ്ങി വീട്ടിലോട്ട് കയറാൻ പറ്റുന്ന ഒരവസ്ഥയിലോട്ടെത്തി. പണ്ട് സ്ത്രീകളെ മേൽ പുരുഷന്മാർക്ക് എന്തും പറയാം, അടിച്ചമർത്താം, തല്ലാൻ, ചവിട്ടാൻ, കുത്താം. ഇന്ന് ഒരു തല്ലിയാൽ ഡൊമസ്റ്റിക് വയലൻസിന് കേസ് പോവും, കൊടുത്തവന് പണിയും കിട്ടിയവൻ ജയിലിൽ കിടക്കും. ഇന്ന് ഇത്രത്തോളം മാറ്റങ്ങൾ ഈ ലോകത്ത് വന്നു. ഈ മാറാത്ത കുറേ ആൾക്കാരുണ്ട്. അതിന് കുറച്ച് കാലം കൂടിയുള്ളൂ, അവരുടെ ഒരു തലമുറ കഴിയുന്നത് വരെയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ പരിപാടിയൊന്നുമില്ല, ഈ പ്രസംഗമൊന്നുമില്ല, ഈ പ്രഭാഷണമൊന്നുമില്ല, ഇത് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ തന്നെ ഉണ്ടാവില്ല. ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അവർ പറയട്ടെ, അവരവരുടെ ഒരു ടൈം കഴിയുന്നത് വരെ അവരിങ്ങനത്തെ കാര്യങ്ങൾ പറയട്ടെ. അവരുടെ ഒരു ജനറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്നും കേൾക്കാൻ പറ്റില്ല. മേ ബി ഭാവിയിൽ നമുക്ക് നമ്മളുടെ മക്കൾക്കോ ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് വീഡിയോസാണ് ഇതൊക്കെ. കാരണം ഒരു മനുഷ്യനും ഇല്ലാത്ത കുറേ ആശയങ്ങളെ അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇതിൽ കൂടുതൽ പറയാനുള്ള എൻ്റെ കഴിവില്ലേ. എന്തായിരുന്നു എൻ്റെ പൊന്ന് പ്രഭാഷകൻ ചേട്ടാ, നമസ്കാരം.